നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ 4 എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 4 എൻട്രി നമുക്ക് പ്രോഫിറ്റാണ്. 2 ഓപ്ഷൻ സെല്ലിങ്, ഹെഡ്ജ് ചെയ്തുള്ള സെല്ലിങ്ങും 2 ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്തത്. 4 സ്കാൽപ്പിംഗ് ആണ്. നമ്മൾ എൻട്രി എടുത്ത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് മാറി. അപ്പം ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പം റെക്കോർഡ് ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പം അതിനിടയ്ക്ക് സംസാരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ്. അപ്പം റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാനിപ്പം കാണിക്കാം. നിങ്ങളാദ്യം റെക്കോർഡ് ചെയ്ത വീഡിയോ ഒന്ന് കാണുക. 4 ട്രേഡും ലൈവ് ട്രേഡ് റെക്കോർഡ് ചെയ്തേക്കുന്ന കാണുക. അതിന് ശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവ് ട്രേഡിങ്ങിൻ്റെ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഈ ക്യാൻഡിലെ ക്ലോസ് ചെയ്ത് താപ്പോട്ട് വന്നപ്പോഴായിരുന്നു നമ്മൾ ഫസ്റ്റ് എൻട്രി വന്നത്. ഫസ്റ്റ് എൻട്രിയുടെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് എടുത്തിട്ട് നോക്കിയാൽ 27ാമത്തെ മാർക്കറ്റ് പ്രൊഫൈലിലെ PPOC അന്ന് ഉണ്ടായിരിക്കുന്നത് PPOC എന്ന് പറയുന്ന സംഭവമാണ്. അതായത് പ്രോമിനന്റ് പോയിന്റ് ഓഫ് കൺട്രോൾ. ഈ ഒരു ലൈൻ കണ്ടു, 25,240. ഈ ഒരു ലൈനിലാണ് അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ നേരം മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ടൈം സ്പെൻഡ് ചെയ്തത്. ഏറ്റവും കൂടുതൽ നേരം അവരവിടെ നിന്ന് എന്തുകൊണ്ടാണ്, വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും അതൊരു ഫെയർ പ്രൈസാണ്. ഏറ്റവും ഫെയറസ്റ്റ് പ്രൈസ് ആയിരുന്നു അന്നത്തെ അത്. അതുകൊണ്ടാണ് അവർ അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്തത്. അതിൻ്റെ കൂടെ അന്നത്തെ മാർക്കറ്റ് പ്രൊഫൈലിലെ മറ്റ് കുറച്ച് സെറ്റപ്പുകൾ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്ഥലത്തോട്ട്, അതായത് അന്നൊരു ഇമോഷണൽ ബൈയിങ് എന്ന് പറയുന്നത്, ആ ദിവസം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ബൈയിങ് എന്ന് പറയുന്ന സംഭവമായിരുന്നു. അപ്പോൾ അന്നത്തെ POCയിലേക്ക് മാർക്കറ്റ് വരണം എന്നാണ് മാർക്കറ്റ് പ്രൊഫൈൽ അനുസരിച്ച് ഒരു റൂള്. അപ്പം ഈ POCയിലേക്ക് വരും മാർക്കറ്റ്. അപ്പോൾ ഇന്ന് ബാലൻസ്, അപ്പം അടുത്ത ദിവസം വന്നില്ല. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഒരു ബാലൻസ് ഓപ്പണിങ്, നമ്മുടെ വാല്യൂരിക്കകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, അതാണ് ബാലൻസ് ഓപ്പണിങ്. ബാലൻസ് ഓപ്പണിങ് നമുക്ക് താപ്പോട്ട് വന്നപ്പോഴാണ് ഈ POC വരെ എത്തും എന്നുള്ളൊരു വ്യൂവിൽ ഞാൻ അവിടെ ഒരു എൻട്രി എടുത്തത്. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് എൻട്രി എടുത്തത്. ഈ എൻട്രി ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ എൻട്രിയുടെ റീസൺ ഞാൻ ജസ്റ്റ് അപ്പം തന്നെ ടാർഗറ്റ് ബുക്ക് ചെയ്തിറങ്ങി. നമ്മൾ ഇവിടം വരെ ഒന്നും വെയിറ്റ് ചെയ്തില്ല. കാരണം ഇപ്പം ഗോ ചാർട്ടിങ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ കാണാൻ ചില സമയത്തൊക്കെ ഇത് അങ്ങോട്ട്, ചില POC മേപ്പോട്ട് കയറും. ഞാൻ ഇത് ലൈവ് കാണുന്ന സമയത്ത് ഈ POC മേളിൽ കയറി ഇത് POC ടച്ച് ചെയ്തായിരുന്നു. ഇതിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ POC താഴെയുണ്ട്, ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ചെറിയ ഗ്ലിച്ചൊക്കെയാണ്. എന്ത് ചെയ്യാൻ, നമുക്ക് വേറെ നോക്കണം, ഡേറ്റ എത്രത്തോളം നല്ലതാണെന്ന് നോക്കണം. ജസ്റ്റ് ഇപ്പം 1 മാസം ആയതേ ഉള്ളൂ. ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഗോ ചാർട്ടിങ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ലോട്ടൊക്കെ കുറച്ച് നമുക്ക് അതുകൊട്ടെ. നമുക്ക് രണ്ടാമത്തെ എൻട്രി പറയാം.
രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിട്ടൊക്കെ വരുമായിരുന്നു. വേണേൽ ഓർഡേഴ്സിനകത്ത് നോക്കാം. 9:30 എൻട്രി, 10:41 എൻട്രി. 10:41 എന്ന് പറയുമ്പോൾ ഈ ക്യാൻഡിലാണ് നമ്മൾ നെക്സ്റ്റ് എൻട്രി എടുത്തത്. ഈ ക്യാൻഡിൽ നെക്സ്റ്റ് എൻട്രി എടുക്കാനുള്ളതാണ് 25,281 എന്ന് പറയുന്നത് നമ്മുടെ ലെവലായിരുന്നു. ആ ലെവലും അതിൻ്റെ POCയുടെ അടുത്തെത്തി. അതായത് തലേദിവസം ഒരു ദിവസം മുമ്പുള്ള PPOCയുടെ അടുത്തെത്തി. ആ സമയത്ത് ടച്ച് ചെയ്തു എന്നാണ് കാണിച്ചത്. അപ്പോൾ PPOC ടച്ച് ചെയ്യുന്നു, നമ്മുടെ ലെവലിന് അടുത്തെത്തി നിൽക്കുന്നു. അതിനുശേഷം ഓർഡർ ഫ്ലോയിൽ നോക്കിയപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. ഈ നമ്മൾ ഈ ആരോ മാർക്ക് ചെയ്യുന്ന പാറ്റേൺ ഇവിടെ എല്ലാം നമുക്ക് പലപ്പോഴായിട്ട് അബ്സോർപ്ഷൻ, നല്ല രീതിയിൽ ഈ ക്യാൻഡിൽസ് എല്ലാം അബ്സോർപ്ഷൻ നടക്കുന്നത്. അതായത് സെല്ലേഴ്സ് ഈ മാർക്കറ്റ് താപ്പോട്ട് പോകുക എന്ന് പറഞ്ഞ ആൾക്കാർ സെല്ല് ചെയ്യുന്നവരെല്ലാം ബയേഴ്സ് അബ്സോർബ് ചെയ്ത് മാറുന്നുണ്ട് അവരുടെ എല്ലാ എൻട്രി. അപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ക്യാൻഡിൽ 10:41 ആ ഒരു സമയത്ത് ഞാനൊരു എൻട്രി എടുത്ത് മുകളിലോട്ട്. അപ്പോൾ മുകളിലോട്ട് ഭയങ്കരമായിട്ട് പോകുന്നൊന്നും നമുക്കൊരു വ്യൂ ഒന്നും ഇല്ലായിരുന്നു. കുറച്ചെങ്കിലും പോകുന്നത് ഈ ഒരു 25,361 വരെയൊക്കെ നമ്മുടെ ലെവലാണ്. അതുവരെയൊക്കെ പോകും എന്നുള്ളൊരു വ്യൂവിലാണ് എടുത്തത്. പക്ഷേ നമ്മളവിടെ ജസ്റ്റ് നമ്മൾ അങ്ങനെ അങ്ങ് നോക്കിയിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എടുക്കും. നമ്മൾ ബുക്ക് ചെയ്ത് മാറി. സ്കാൽപ്പിംഗ് ആണ് നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കാൽപ്പിംഗ് ചെയ്യത്തുള്ളൂ. സെൽ ചെയ്യുമ്പോൾ ഹെഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പ്രോഫിറ്റ് എടുത്തെങ്കിൽ മാറും. അതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്കിപ്പോൾ അടുത്ത എൻട്രിയിൽ പറഞ്ഞുതരാം. നമ്മുടെ മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് 10:41 11:23 11:23 എൻട്രി എടുത്ത് 11:26 നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറി. അത്രയൊക്കെ ഉള്ളൂ. പെട്ടെന്ന് ഇറങ്ങുന്നത് 11:23 എന്ന് പറയുമ്പോൾ ഈ ക്യാൻഡിൽ, അതായത് സ്പോട്ട് നോക്കിയാൽ ഈ ക്യാൻഡിൽ ഈ എൻട്രി റീസൺ നമുക്ക് സ്പോട്ടിലാണ് കിടക്കുന്നത്. അതായത് സ്പോട്ടിൽ 25,281 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലെവലായിരുന്നു. അപ്പോൾ ആ ലെവൽ എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ട്രേഡ് എടുക്കുന്നത് ലെവലൊക്കെ ആക്ട് ചെയ്യാതിരിക്കുക. നമ്മുടെ ഭയങ്കര നമ്മൾ അങ്ങനെയുള്ള ലെവലൊന്നും അല്ലല്ലോ, സാധാരണ ഒരു ട്രേഡറാണ്. അപ്പോൾ ആ ലെവലിന് പക്ഷേ നമുക്ക് ഓർഡർ ഫ്ലോ നോക്കുവാണെങ്കിൽ അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ട്. ഈ ക്യാൻഡിൽ നമുക്ക് അബ്സോർപ്ഷൻ നടന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ നടന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുത്തത്. അവിടെ നമ്മൾ എൻട്രി എടുത്തു. അപ്പോൾ തന്നെ നമുക്ക് താപ്പോട്ട് വന്ന് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി. സ്കാൽപ്പിംഗ് ആയിരുന്നു കണ്ടോ. ഇപ്പം നമ്മൾ രാവിലത്തെ എൻട്രി നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. നമ്മൾ ഈ ഒരു ക്യാൻഡിലേക്ക് ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേനും നമ്മൾ ബുക്ക് ചെയ്ത് മാറി. പക്ഷെ എന്നിട്ട് മാർക്കറ്റ് വീണ്ടും ഇരട്ടി പോയി. നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്താൽ ഇരട്ടി ആയതിനെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. അതിനുശേഷം നമ്മൾ ഇവിടെ എൻട്രി എടുക്കുന്നു. മാർക്കറ്റ് ഇവിടം വരെയൊക്കെ പോകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്ത് നമ്മൾ ഇവിടേക്ക് എക്സിറ്റായി മാറി. നമ്മൾ വിചാരിക്കും ഇത്ര കിട്ടിയാണെങ്കിൽ ഹോൾഡ് ചെയ്താണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കും. അപ്പം അതിനുശേഷം നമ്മൾ അടുത്ത എൻട്രി എടുക്കുന്നു. ഇവിടെ എൻട്രി എടുക്കുന്നു. നമ്മൾ ഇവിടെ എൻട്രി എടുത്തിട്ട് ഇവിടെ എക്സിറ്റ് ചെയ്ത് മാറി. ഈ ചിന്ത കൊണ്ട് ഇവിടെ പ്രോഫിറ്റ് കൂടുതൽ കിട്ടിയതിനെ ചിന്ത കൊണ്ട് ഇത് താപ്പോട്ട് വരുന്ന പറഞ്ഞാൽ ഹോൾഡ് ചെയ്തായിരുന്നു ഈ അസൽ അടിക്കുന്നില്ല. അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്താണ്? സ്കാൽപ്പിംഗ് ആണ്. അപ്പം കൂടുതൽ പോവോ ഇല്ലയോ എന്നുള്ള നമ്മുടെ വിഷയമല്ല. കറക്റ്റ് പ്രോഫിറ്റ് എത്തുമ്പോൾ നമ്മൾ എക്സിറ്റ് ആയി മാറുന്നത്. അതാണ് ഇവിടെ 3 നടത്തി ഞാൻ ചെയ്തത്. അതുകൊണ്ട് അത് 3 എനിക്ക് പ്രോഫിറ്റ് ആയി. അതിനുശേഷം നാലാമത്തെ എൻട്രി എന്ന് പറയുമ്പോൾ ഇവിടെ അതും നമുക്ക് 25,441 എന്ന് പറയുന്നത് നമ്മുടെ സ്പോട്ടിലൊരു എൻട്രി ആയിരുന്നു, ലെവലായിരുന്നു. ഫസ്റ്റ് അവിടെ ഈ ക്യാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ എൻട്രി പ്ലാൻ ചെയ്ത് വെയിറ്റ് ചെയ്ത് എൻട്രി ഒക്കെ എടുക്കാനുള്ള ഓപ്ഷനൊക്കെ എടുത്ത് എല്ലാം റെഡി ആയിരുന്നു. പക്ഷെ ഒന്ന് ടച്ച് ചെയ്താൽ ഞാൻ എൻട്രി എടുത്തേനെ. കാരണം അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഓർഡർ ഫ്ലോ നോക്കുന്ന സമയത്ത് ആ ക്യാൻഡിൽ മേപ്പോട്ട് വരുമ്പോഴേ അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഈ ക്യാൻഡിലൊക്കെ നല്ല അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ട്. ഹെവി അബ്സോർപ്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് താപ്പോട്ട് പോകുന്നുള്ളതായിട്ട് ഉറപ്പായിരുന്നു. പക്ഷെ നമ്മൾ ലെവലിൽ കിട്ടണം. നമ്മൾ ടച്ച് ഓപ്ഷൻ ബൈങ്ങല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ലെവലിൽ കിട്ടിയില്ലെങ്കിൽ തീറ്റ ഡിക്കയുടെ എഫക്റ്റോടൊക്കെ ഒരു 5-10 മിനിറ്റോടെ നിന്നാൽ പോയി നമുക്ക് ചിലപ്പോൾ എസ്എല്ലിലോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ എൻട്രി എടുത്തില്ല. നമ്മുടെ സെറ്റപ്പ് കറക്റ്റ് ആയില്ല, അതുകൊണ്ട് എടുത്തില്ല. അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തു. മാർക്കറ്റ് താപ്പോട്ട് പോയി. അവിടെ ഞാൻ ഇവിടെ അങ്ങനെ ചാടി കയറിയാണെങ്കിൽ ചിലപ്പോൾ നല്ല ഇച്ചിരി പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങിയാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മുടെ ലെവലിലോട്ട് എത്തി. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ആദ്യം കണ്ടൊരു ഒബ്സോർപ്ഷൻ ഞാനവിടെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വെയിറ്റ് ചെയ്തു ഈ ക്യാൻഡിൽ. അതിനുശേഷം നമുക്ക് വീണ്ടും നല്ല രീതിയിൽ അബ്സോർപ്ഷൻ ഇവിടെ കാണിച്ചപ്പോഴാണ് ഞാൻ ഈ ക്യാൻഡിലാന്ന് തോന്നുന്നു 2:30 ഓർഡർ നോക്കാം. 2:31. അപ്പോൾ ആ ക്യാൻഡിൽ തന്നെ നമ്മളൊരു എൻട്രി എടുത്തു.
അതും ചെറിയൊരു സ്കാൽപ്പ് ചെയ്തു പെട്ടെന്നൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ട്രെയിൽ ചെയ്താണല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ട്രെയിൽ കൊണ്ടുപോകും. ട്രെയിൽ ചെയ്തിട്ട് നമ്മുടെ എസ് അടിക്കാൻ നേരെ ട്രെയിലിംഗ് എസ് അടിക്കാൻ നേരെ പോകാൻ പൊക്കോട്ടെ, എത്ര വെള്ളം പൊക്കോട്ടെ, നമുക്ക് കിട്ടില്ല. പക്ഷെ കിട്ടിയത് നമ്മൾ കളയരുത്. അത് മാത്രമേ ഓപ്ഷൻ വഴിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കിട്ടിയത് കളയുന്നതാണ് 99% ട്രേഡേഴ്സ് നഷ്ടത്തിനാവുള്ളൊരു കാരണം. ഓക്കെ, അപ്പം നമ്മൾ ആ സംഭവം മനസ്സിലായാലും നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്ത് നമുക്ക് താഴെ PPOC ഈ ഒരു ലെവലിൽ നമ്മുടെ PPOC ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകാൻ നമുക്കറിയായിരുന്നു. ഇവിടുന്ന് മുകളിലോട്ട് ട്രേഡ് എടുത്തത് ഇവിടെ വന്നത്രയും നല്ലൊരു അബ്സോർപ്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു, അപ്പം മുകളിലോട്ട് ഇച്ചിരി പോകാൻ നമുക്കറിയാം. ഈ ലെവലിൽ ഇവിടെ എൻട്രി എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമുക്ക് ഇവിടെ ലെവൽ ഉണ്ടായിരുന്നു 25,281. അവിടെ വന്നപ്പോൾ അബ്സോർപ്ഷൻ കാണിച്ചു, അവിടെ നമ്മൾ എൻട്രി എടുത്തു, സ്കാൽപ്പ് ചെയ്ത് വിട്ടു. അതിനുശേഷം ഇവിടെ എൻട്രി എടുത്ത് നമുക്കിവിടെ 25,441 വരെ നമ്മുടെ ലെവലായിരുന്നു. അവിടെ വന്നപ്പോൾ എക്സോർഷൻ കാണിച്ചു, നമ്മൾ എൻട്രി എടുത്ത് വിട്ടു. അത്രേ ഉള്ളൂ. 4 എൻട്രി എടുത്തു, നമുക്ക് 4 പ്രോഫിറ്റ് ആയിരുന്നു. നമ്മുടെ പ്രോഫിറ്റ് ഇതാണ് നമ്മുടെ ടോട്ടൽ പൊസിഷൻ. കണ്ടില്ല, നമ്മൾ ഈ 2 ലോസ് എടുക്കാൻ നമ്മൾ ഹെഡ്ജ് ചെയ്തപ്പോൾ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഹെഡ്ജിങ്ങിന് വേണ്ടി ഒരു പുട്ടും ഒരു കോളും വാങ്ങിച്ചിട്ടാണ് അതിനകത്തിലാണ് ഈ ലോസ് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഓർഡർ ഫ്ലോയെ കുറിച്ച് ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷണൽ വീഡിയോസ്. അത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇതിനകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നന്ദി.